ലോകത്തെല്ലായിടത്തും ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വാക്ക് പറയേണ്ടതില്ല. ചോദിച്ചാൽ ചോദിക്കപ്പെട്ടയാൾക്ക് ഒന്ന് എത്ര ചോദിച്ചേ? 1. 4 ആയിക്കോട്ടല്ലേ? അല്ല വേണ്ട 7 ആയിക്കോട്ടെ, എന്നാ 10 ആയിക്കോട്ടെ എന്ന് പറയുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടെങ്കിൽ ഹിജ്റ 50-ാം കൊല്ലം ഇത് പറയേണ്ടതില്ല. ഇമാം ദഹബി പറയുന്നത് ഈ ഹിജ്റ 50-ാം കൊല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം 50 കൊല്ലം കഴിയുമ്പോൾ ഒരു താബിയായ മനുഷ്യൻ പറയാണ്, റസൂലുള്ളാഹിന്റെ മുടി ഒന്ന് കിട്ടുന്നത് എനിക്ക് ദുനിയാവിലുള്ള സകലത്തെക്കാളും ഖൈറാണ് എന്ന് പറയുന്നു. അത് ഉദ്ധരിച്ചിട്ട് വീണ്ടും ഇമാം ദഹബി റളിയല്ലാഹു അൻഹു ആ വാക്ക് പറഞ്ഞിട്ട് പറയുന്നു, ഫമല്ലദീ നഖൂലുഹു നഹ്നു ഫീ വഖ്തിനാ ഹാദാ, നമ്മൾ എക്കാലത്ത് ഹിജ്റ 700 അതാ 7-ാം നൂറ്റാണ്ടിലുള്ള ദഹബി ഇമാമാണ് പറയുന്നത്. ഇങ്ങനെ അന്ന് താബിഈങ്ങളുടെ കാലത്ത് ഇങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ ഇക്കാലത്ത് ഈ 7-ാം നൂറ്റാണ്ടിൽ നമ്മൾ എന്താ പറയാ? ലൗ വജദ്നാ ബഅദ ശഅരിഹി ബിഇസ്നാദിൻ സാബിതിൻ, സനദ് സാബിത്തായ സനദ് കൊണ്ട് ഏതെങ്കിലും സനദല്ല, മുഖ്തസറായ സനദല്ല, ഇസ്നാദിൻ സാബിത്തിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅർ മുബാറക്കാണെന്ന് ഗണ്യമായി സ്ഥാപിക്കുന്ന സനദ് കൊണ്ട് ഒരു മുടി കിട്ടിയിരുന്നുവെങ്കിൽ എന്നല്ലേ? അങ്ങ് കിട്ടിയിരുന്നുവെങ്കിൽ നമ്മൾ എന്താ പറയാ? അങ്ങനെ കിട്ടുക എന്നുള്ള മഹാത്ഭുതമാണ്. സംഭവിക്കൂല, അന്ന് തന്നെ സംഭവിച്ചിട്ടില്ല, പിന്നല്ലേ ഇപ്പോ. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇന്ന് നമ്മൾ എന്താ പറയാ? ഇത് ഉദ്ധരിച്ചിട്ട് ചില മൗലവിമാർ നല്ലവണ്ണം തിരിയുമെന്ന് മനസ്സിലാക്കപ്പെടുന്ന ചില ആളുകൾ പറഞ്ഞത് ഇതിങ്ങനെ ആഗ്രഹിക്കാന്ന. പൊന്നു മോനെ, ഇത് ആഗ്രഹം ബിസ്നാദിൻ സാബിത്ത് ആഗ്രഹമല്ല. കിട്ടിയെങ്കിൽ, ഒരു മുടി കിട്ടിയെങ്കിൽ എന്നാഗ്രഹിക്കാം, അതാണ് ആഗ്രഹം. പക്ഷെ അങ്ങനെ ആഗ്രഹിക്കുമ്പോ പോലും ലവ് വെച്ച് പറഞ്ഞിട്ട് ആഗ്രഹിക്കുമ്പോ പോലും കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു സംഗതി കിട്ടുമോ എന്ന് ആശിക്കുമ്പോ പോലും ആ കിട്ടുന്നുണ്ടെങ്കിൽ സനദ് സാബിത്തിലൂടെ കിട്ടണം എന്നാണ്. അങ്ങനെയാ തിരിയണ്ടേ? തിരിയൽ മാറിപ്പോയതാ. അങ്ങനെയാ മനസ്സിലാക്കേണ്ടത്. കിട്ടുന്നുണ്ടെങ്കിൽ അത് സനദ് സാബിത്തിലൂടെ തന്നെ കിട്ടണം എന്താണ് അദ്ദേഹം പറയും. അപ്പൊ അതിന്റെ ഷറഫാണത്. സനദ് ഉണ്ടായിരിക്കുക തന്നെ വേണം. സനദ് അല്ലെങ്കിൽ മുത്തവാത്തിറാകണം, അല്ലെങ്കിൽ സനദ് ഉണ്ടായിരിക്കണം. അതിന് സനദ് വേണ്ട, എവിടുന്ന് പടികടന്നു വന്നു എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ചോദിക്കുന്ന ആളുകൾ പറഞ്ഞു, ഖുലഫാഉർ റാഷിദീന്റെ അടുത്തൊരു പുതപ്പുണ്ടായിരുന്നു. ആ പുതപ്പ് 3 തരീക്കിലൂടെ വന്നിട്ടുണ്ട്. ഈ പറയുന്ന ചങ്ങായി മദ്രസ 4-ാം ക്ലാസും ഗുസ്തിയാണ്. ഒ എം റുഷ്ദി എന്നയാള് 4-ാം ക്ലാസും ഗുസ്തിയാണ്. അപ്പം വേറെ ഏതോ തലീക്കെട്ട് കെട്ടി നടക്കുന്ന ഒരുത്തം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എനിക്ക്, അല്ലാണ്ട് കിട്ടൂല. അതിൽ ആ പറഞ്ഞെടുത്താവട്ടെ, ആ പറഞ്ഞത് അങ്ങനെ പറഞ്ഞത് ഇയാൾ പറഞ്ഞതാണ്. ഈ പറയുന്ന വലിയ വിവരമുണ്ടെന്ന് നാം ധരിക്കുന്ന, നാം ബഹുമാനിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന മൗലവി പറഞ്ഞതാണ്. അയാൾ ചെയ്തത് വമ്പിച്ച തട്ടിപ്പാണ്. അതെന്താ? ഒരു ഇബാറത്തിന്റെ ഒരു ഭാഗം വിട്ടു, അങ്ങനെ തന്നെ കട്ടു. എന്താ കളവ്? ഖുൽതു ഫകാനത്തില്ലതി ഇസ്തറാഹാ മുആവിയതു ഫുഖിദത് ഇൻദ സവാലി ദൗലത്തി ബനി ഉമയ്യ എന്ന ഈ വാക്ക് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ താരീഖിൽ നിന്ന് കട്ടു. ഈ പറഞ്ഞ 3 പദപ്പിന് 3 സനദുണ്ട്. 3 പദപ്പിന് 3 സനദുണ്ട്. ബാക്കിയായ പദപ്പിന് ആദ്യം പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തി കഅബ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു സുഹൈർ റളിയല്ലാഹു അൻഹു ബാനത്ത് സുആദ് ചൊല്ലിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുതപ്പ് കൊടുത്തു. ആ പുതപ്പ് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടു, ഞാൻ ആവശ്യമായ കാശ് തരണം എന്ന്. കൊടുത്തില്ല. കഅബ് റളിയല്ലാഹു അൻഹു കൊടുത്തില്ല. മക്കളുടെ കയ്യിൽ നിന്ന് ആ പുതപ്പ് വാങ്ങിച്ചു. മുആവിയ റളിയല്ലാഹു അൻഹു വാങ്ങിച്ചു. ആ വാങ്ങിച്ച പുതപ്പ് ഒന്ന് അയിലത്ത് ഗോത്രക്കാരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മാനമായി കൊടുത്തയച്ച പുതപ്പ് വേറെ ഒന്ന്. ഇത് രണ്ടിനും 2 സനദുണ്ട് മൗലവി. ഒരു പുതപ്പ ബാക്കിയായിട്ടുള്ളൂ. മറ്റേ പുതപ്പ് കാനത്തില്ലത്തി ഇസ്തറാഹാ മുആവിയതു, മുആവിയ റളിയല്ലാഹു അൻഹു വാങ്ങിയ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹുവിന്റെ മക്കളിൽ നിന്ന് വാങ്ങിയ പുതപ്പ് ബനു ഉമയ്യയുടെ കാലശേഷം നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ഇല്ലാണ്ടിരുന്ന ഒരു പുതപ്പേ ബാക്കിയായിട്ടുള്ള. 2 പുതപ്പിന് സനദില്ല എന്നല്ല, സനദ് ഉണ്ട്.
ആ ഇബാറത്തിൽ പറഞ്ഞ 3 പുതപ്പിന് 3 സനദുണ്ട്, ആദ്യം പറഞ്ഞ 2ന് 2 സനദുണ്ട്, ഈ പറഞ്ഞ 1 നഷ്ടപ്പെട്ടതാണ്, പിന്നെ 1 സനദേ വേണ്ടു, 1 പുതപ്പിന് 3 സനദ് ഉണ്ടായിട്ടില്ല. അപ്പോ ഞാൻ പറയുന്നത് സനദ് വേണം. സനദ് വേണമെന്ന് ഞങ്ങൾ മാത്രം പറഞ്ഞതാണോ? അല്ലല്ലോ. പുതിയൊരു ഇബാറത്ത് ഉണ്ടാക്കിയിട്ട് നേരത്തെ ഇവിടെ ബഹാവുദ്ദീൻ ഉസ്താദ് പറഞ്ഞ പോലെ ഒരു ഇബാറത്ത് മൂപ്പരന്നെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ശൈഖ് അബൂബക്കർ തന്നെ പറയുന്നുണ്ട്, ഇന്നമന്ന് കേൾപ്പിക്കണമെങ്കിൽ മുത്തസില. ഞാനത് ഈ വിഷയം ആരംഭിച്ചത് പറയുകയാണ്, കേൾപ്പിക്കേണ്ട ആവശ്യമില്ലെന്ന് വിശ്വസിക്കുന്നു. വ്യക്തമായി അവിടെ മർക്കസിൽ ഈ മുടി കൊടുത്തതിന് ശേഷം, കൊടുക്കുന്നതിന് മുമ്പ് ആള് പറയുന്നുണ്ട് സനദാ വായിക്കാൻ പോകുന്നു എന്ന്. സനദ് വായിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ കൂടി ആയിരങ്ങൾ മനസ്സിലാക്കിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് മുട്ടുന്ന ഈ ഷഹർ മുബാറക്ക് കിട്ടിയ സനദാ വായിക്കുന്നു എന്നാണ് മനസ്സിലാക്കിയത്. ആ മനസ്സിലാക്കിയതനുസരിച്ച് വായിച്ചു. വായിച്ചതിന് ശേഷം ശൈഖ് പറയുന്നുണ്ട് സനദ് മുത്തസിലായ. എവിടുക്ക ഇത്തിസാല്? എങ്ങോട്ടാണ് ഇത്തിസാല്? എന്നിട്ട് സനദ് വേണം, അത് ദീനിന്റെ അടിത്തറയാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇനി നേരത്തെ ഞാൻ സൂചിപ്പിച്ച വിവരമുണ്ടെന്ന് വിശ്വസിക്കുന്ന ചില ആളുകളും സനദ് വേണമെന്ന് നേരത്തെ പറഞ്ഞത് മറന്നുപോയതാണ്. സ്വഹാബാക്കളൊക്കെ അത് കിട്ടാൻ വേണ്ടി തിക്കും തിരക്കും കൂടി സംഘട്ടനം നടന്നു. സ്വഹാബാക്കൾക്കൊക്കെ അത് കിട്ടി. അത് കിട്ടിയത് സുന്ദരമായി സനദ് വെച്ച് അതിന്റെ അവലംബം വെച്ചുകൊണ്ടാണ് ഈ മുടികൾ സൂക്ഷിച്ചു വരുന്ന എല്ലാ വിശ്വസ്ത കേന്ദ്രങ്ങളിലും സൂക്ഷിച്ചു വരുന്നത്. ഹസരത്ത് ബാൽ മസ്ജിദ് കേട്ടിട്ടില്ലേ നിങ്ങൾ? നെഹ്റുവിന്റെ കാലത്തൊക്കെ കുഴപ്പമുണ്ടാകുന്ന ബാൽ മുടീന റസൂലുള്ളാന്റെ കേസെന്ന വാക്കിന്റെ അർത്ഥം ഹസരത്ത് ബാൽ മസ്ജിദ് അള്ളാന്റെ റസൂലിന്റെ മുടി സൂക്ഷിച്ച സ്ഥലമാണ്. വെല്ലൂരിലെ ലത്തീഫിയ മദ്രസ അഷ്റഫുൽ ഖൽഖിന്റെ തിരുമുടി സൂക്ഷിച്ച സ്ഥലമാണ്. ഡൽഹിയിലെ പ്രസിദ്ധമായ ജുമാ മസ്ജിദ്, ഡൽഹി ജുമാ മസ്ജിദ് റസൂലുള്ളാന്റെ മുടി സൂക്ഷിച്ച സ്ഥലമാണ്. ആദരവായ നബി തങ്ങളുടെ മുടി സൂക്ഷിച്ച സ്ഥലങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ അതിന്റെ വ്യക്തമായ അവലംബങ്ങളോടുകൂടെ അതാരിൽ നിന്ന് കിട്ടി, എവിടെ നിന്ന് കിട്ടി, എങ്ങനെ കിട്ടിയെന്ന് പരമ്പര മുറിയാതെ സനദ് വെച്ചിട്ടാ സൂക്ഷിക്കുക. അല്ലാത്തത് വിശ്വാസികൾ കണക്കിലെടുക്കൂല, വിവരമുള്ളവർ കണക്കിലെടുക്കൂല. അള്ളാന്റെ റസൂലിന്റെ തിരുശേഷിപ്പുകൾ എന്ത് ശേഷിപ്പുകളുണ്ടെങ്കിലും ആ കിട്ടി, എവിടെ നിന്ന് കിട്ടി എന്ന് വ്യക്തമാക്കണമെന്ന് അദ്ദേഹം പറയുന്നു. ഓഡിയോ ആണത്. ഇത് നേരത്തെ വീഡിയോ പിടിക്കുന്ന കാലത്തിന് മുമ്പുള്ളതാണെന്ന് ചിത്രം കൊടുത്തതാണ്, കള്ളത്തരം കാണിച്ചെന്ന് പറയണ്ട. അദ്ദേഹം പ്രസംഗിച്ച ഓഡിയോ ആണ് ഇവിടെ കേൾപ്പിച്ചത്. ആ കാണിച്ച ചിത്രം അയാളാണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിഷേധിച്ചാൽ പിന്നെ പറഞ്ഞുതരാം. വ്യക്തമായി സനദ് വേണം. പറഞ്ഞ സകല കാര്യത്തിന് 3 മണിക്കൂർ എത്രയാ പറഞ്ഞ ആ പറഞ്ഞതിന് തികച്ചു മറുപടി മൂപ്പര് തന്നെയാണ് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമുക്ക് വേണ്ട ഇനി യാതൊരു മറുപടിയും അപ്പറയുന്നയാൾക്ക് ആവശ്യമില്ല. അത്ര കൃത്യമായി വേണം എന്ന് സമർത്ഥിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോ നമ്മൾ ഈ വിഷയത്തിന്റെ നാൾ വഴി വളരെ സംക്ഷിപ്തമായി ക്ലിപ്പിംഗ് ഒന്നും ഇല്ലാതെ പറയാം. 5 കൊല്ലം മുമ്പ് ഒരു മുടി മർക്കസിൽ കിട്ടി. 1 മുടിയെന്നും 3 മുടിയെന്നും 2 മുടിയെന്നും ഒക്കെ അഭിപ്രായമുണ്ട്. ആ പുതപ്പിന്റെ അഭിപ്രായ വ്യത്യാസം ഇവർക്കാണ് ഉണ്ടായത്. അങ്ങനെ ആ മുടി കിട്ടി എന്ന് പറഞ്ഞപ്പോ അതിനെന്തായാലും കിട്ടിയ ആള് ശരിയല്ല എന്നതുകൊണ്ട് കള്ളത്തരം കാണിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞങ്ങൾ സനദ് ചോദിച്ചു. അതിന്റെ കൈമാറ്റ രേഖ വ്യക്തമായി തരണമെന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോ ഉണ്ട് എന്ന് പറയുകയും പിന്നെ മിണ്ടാണ്ടിരിക്കുകയും പരസ്യപ്പെടുത്താതിരിക്കുകയും ചെയ്തു. പരസ്യപ്പെടുത്താതിരുന്നാൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. അവിടെ കുറ്റിക്കാട്ടൂർ നൂരിയ പള്ളിയിൽ മുടിയുണ്ട് എന്നവർ പറയുന്നു. അതവർ പരസ്യപ്പെടുത്തിയിട്ടില്ല. അവിടെ പോയ ആൾക്ക് കാണിച്ചു കൊടുക്കും, വേണ്ടവർക്ക് നോക്കാം എന്നാണ്. അതിന് ഞങ്ങൾക്കൊന്നും പറയേണ്ട കാര്യമില്ല. അങ്ങനെ ആരെങ്കിലും അവരുടെ വീടുകളിൽ വെച്ച് ഇവിടെ നേരത്തെ പറയപ്പെട്ടതുപോലെ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. അതങ്ങനെ കഴിഞ്ഞു. എന്നാൽ ഇതിന് ചില ഗൂഢോദ്ദേശമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വെച്ച് കോടികളുടെ പരകോടികളുടെ പരിപാടി നടത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് ഒരറബിയെ കൊണ്ടുവന്ന് ഇവിടെ അയാളുടെ പിതൃപരമ്പര വായിച്ചാൽ നമ്മളൊക്കെ അങ്ങ് പെട്ടുപോകും എന്ന് ധരിച്ച ഈ മനുഷ്യൻ അങ്ങനെ ചെയ്തു. മർക്കസ് സമ്മേളനത്തിൽ വെച്ച് ഒരു മുടി കൈമാറുന്നതായി പറഞ്ഞു. ആ പരമ്പര റാഫി റളിയല്ലാഹു അൻഹുവിലേക്ക് മുട്ടുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അതിനുശേഷം ആ പരമ്പര വായിച്ചതിന് ശേഷം വ്യക്തമായി യാതൊരു സംശയവുമില്ലാതെ അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്നും പിതാമഹന്മാരിൽ നിന്നും കിട്ടിയതനുസരിച്ച് മുത്തസിലായ സനദനുസരിച്ചാണ് ഈ മുടി ലഭിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു.
ഇനി അപ്പറഞ്ഞത് പോട്ടെ, വേറെ ഒരു TV അഭിമുഖത്തിൽ പറയുന്നുണ്ട്, അതൊന്ന് കേട്ടു.